Good morning all. Welcome to the another session of Professional Business Skill. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ചലഞ്ചസ് ഫേസ്ഡ് ബൈ അനലിറ്റിക്സ്. നമ്മൾ ബിസിനസ് അനലൈസ് ചെയ്യുന്ന സമയത്തുള്ള പ്രോബ്ലംസുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, 4 പോയിൻ്റാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓരോ പോയിൻ്റ് സിമ്പിളായിട്ട് ഇവിടെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾ നോക്കുക. ഓക്കെ, ഫസ്റ്റ് എക്സിക്യൂട്ടീവ് ഡിസ്ട്രസ്റ്റ്. എന്താണ് എക്സിക്യൂട്ടീവ് ഡിസ്ട്രസ്റ്റ് എന്നുള്ളത്? എന്താണ് നമ്മൾ എക്സിക്യൂട്ടീവിനോടുള്ള ഒരു വിശ്വാസമില്ലായ്മ. ഓക്കെ, എല്ലാ ഓർഗനൈസേഷനിലും ബിസിനസ് അനാലിസിസ് നടത്തുന്നത്, ഡാറ്റ അനാലിസിസ് നടത്തുന്നത് ടോപ്പ് മാനേജ്മെൻറ്റ് ആവണമെന്നില്ല, ഏതെങ്കിലും എക്സിക്യൂട്ടീവൊക്കെ ആയിരിക്കും അത് നടത്തുക. അത്തരത്തിലുള്ള എംപ്ലോയീസിനെ നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. അവരെ വിശ്വാസമില്ലായ്മ അതൊരു ചലഞ്ചായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് എക്സിക്യൂട്ടീവ് ഡിസ്ട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഈ ഒരു എക്സിക്യൂട്ടീവിനെ വിശ്വാസമില്ലായ്മ ഉണ്ടാവുക, വിശ്വാസം ഇല്ലാതെക്കുക, അതൊരു പ്രോബ്ലമാണ്. ദെൻ സെക്കൻഡ് പുവർ കൊളാബറേഷൻ. എന്താണ് ഓർഗനൈസേഷനിൽ അറിയാം, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരു ടീം വർക്കോട് കൂടിയിട്ട് പരസ്പരം കോർപ്പറേഷനോട് കൂടിയിട്ട് കോർഡിനേഷനോട് കൂടി ഉണ്ടാവണം, എന്നാലും ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ വർക്കും ക്ലിയർ ആവുള്ളൂ. പക്ഷേ ലാക്ക് ഓഫ് ടീം വർക്ക്, ആ ടീം വർക്ക് അവിടെ ഇല്ലാഞ്ഞാൽ ഈ ബിസിനസ് അനലിറ്റിക്സിന് ഒരു ചലഞ്ചായിട്ട് വരുന്നുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഡാറ്റ കിട്ടാതൊക്കെ അത്തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ടീം വർക്ക് ആവശ്യമാണ്. ടീം വർക്ക് ഇല്ലായ്മ എന്താണ് ഈ ഒരു ബിസിനസ് അനാലിസിന് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ്. ദെൻ നെക്സ്റ്റ് ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ബിസിനസ് അനാലിസിസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജ് ഉണ്ട്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പാക്കേജ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ സോഫ്റ്റ്വെയർ പാക്കേജുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബിസിനസ് അനാലിസിസ് നടത്തുക. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ അത്രത്തോളം എഫക്റ്റീവ് അല്ലാതിരുന്നാൽ, ആ സോഫ്റ്റ്വെയറുകൾ എഫക്റ്റീവ് അല്ലാഞ്ഞാൽ എന്താണ് അനാലിസിസ് വളരെ കൃത്യമായിട്ട് നടത്താൻ പറ്റില്ല. അതൊരു മറ്റൊരു എന്താണ് ചലഞ്ചസാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാതിരുന്നാൽ അതൊരു ചലഞ്ചസാണ്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ബിസിനസ് അനാലിസിസ്, ആരാണ് ബിസിനസ് അനലിസ്റ്റ്, ആ ഡാറ്റകൾ അനലൈസ് ചെയ്യുന്ന ആൾ, അയാൾക്കൊരു പ്രോപ്പറായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതിരുന്നാൽ ഓക്കെ അനാലിസിസ് കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അത് അനാലിസിസ് ഫേസ് ചെയ്യുന്ന, അനലിറ്റിക്സ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ്. ദെൻ ഫൈനലി സ്ലോ ഇൻഫർമേഷൻ മെച്യൂരിറ്റി, അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ഓഫ് ഡാറ്റ. ഡാറ്റയുടെ ക്വാളിറ്റി കുറയുക എന്നത് നല്ലൊരു പ്രോബ്ലം തന്നെയാണ്, അല്ലേ? നല്ല ഇൻഫർമേഷൻ അല്ലെങ്കിൽ നല്ല ഡാറ്റ കിട്ടിയാലാണ് നല്ല ക്വാളിറ്റി ഉള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനാക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ കിട്ടുക എന്നുള്ളത് ബിസിനസ് അനാലിസിൻ്റെ മറ്റൊരു ചലഞ്ചായിട്ട് പറയാം. ഓക്കെ, അതാണ് ലോ ക്വാളിറ്റി ഡാറ്റ ക്വാളിറ്റി ഇല്ലാതിരുന്നാൽ നമ്മൾ അനാലിസിസ് കാര്യങ്ങൾ അതിന് കിട്ടുന്ന റിസൾട്ടൊക്കെ പ്രോബ്ലമായിട്ട് വരും. സോ അത് ബിസിനസ് അനലിറ്റിക്സ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണത്. സോ 4 പോയിൻ്റ്. ഒന്ന് എക്സിക്യൂട്ടീവ് ഡിസ്ട്രസ്റ്റ്, ആ ഒരു എക്സിക്യൂട്ടീവിനോട് വിശ്വാസമില്ലായ്മ. ദെൻ പുവർ കൊളാബറേഷൻ, ആ ഒരു ലാക്ക് ഓഫ് ടീം വർക്ക്. ദെൻ ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, ആ സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതൊക്കെ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദി ബിസിനസ് അനലിസ്റ്റ്. ഓക്കെ, ദെൻ ഫൈനലി സ്ലോ ഇൻഫർമേഷൻ മെച്യൂരിറ്റി പറഞ്ഞാൽ ലോ ക്വാളിറ്റി ഓഫ് ഡാറ്റ. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ ക്വാളിറ്റി ഇല്ലാതിരുന്നാൽ, അല്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആയാൽ, അല്ലെങ്കിൽ അത് ഇനാക്യുറേറ്റ് ആയാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്തായിരിക്കും പ്രോബ്ലം. അത് ബിസിനസ് അനാലിസിസ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ്. ഇതാണ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ അനാലിറ്റിക്സ്. ദെൻ നെക്സ്റ്റ് ബിസിനസ് അനലിറ്റിക്സ് ടൂൾസ്. നമ്മൾ ഈ ഒരു അനാലിസിന് ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയെന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ ബിസിനസ്സിന് ഫ്യൂച്ചറിൽ എടുക്കേണ്ട ഡിസിഷൻസ് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് ബിസിനസ് അനാലിസിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സോഴ്സിൽ നിന്ന് നമുക്ക് ഡാറ്റ കിട്ടും. ഈ ഡാറ്റയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബിസിനസ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് പറഞ്ഞാൽ നമ്മൾ ടൂൾസ് ഓ ബിസിനസ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബിസിനസ് അനാലിസിസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് കിട്ടുന്ന ഡാറ്റകളെ കണ്ടെത്താനും, ഡിഫറെൻ്റ് സോഴ്സിൽ നിന്നുള്ള ഡാറ്റകളെ കണ്ടെത്താനും, ആ ഡാറ്റകളെ നമ്മൾക്ക് ഇൻ്റർപ്രിട്ടേഷൻ നടത്താനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണെന്ന് പറഞ്ഞത് നമ്മൾ ടൂൾസ്
എന്ന് പറയുന്നത്. ഓക്കെ, business analytics tools are type of application software that retrieve data from one or more business system and combine it in a repository such as data warehouse to be reviewed and analyzed. ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഡാറ്റകളെ കമ്പൈൻ ചെയ്യാൻ അല്ലെങ്കിൽ റെപ്പോസിറ്ററി പോലുള്ള വെയർഹൗസ് പോലുള്ള ലൊക്കേഷനുകളിൽ അത് സ്റ്റോക്ക് ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ അത് റിട്രീവ് ചെയ്യാനും അതുപോലെ തന്നെ അത് റിവ്യൂ ചെയ്യാനും അനാലിസിസ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് എന്ത് പറഞ്ഞത് നമ്മൾ ബിസിനസ് അനലിറ്റിക്സ് ടൂൾസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ആണ് കേട്ടോ. സാസ്, പൈത്തൺ പോലുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ടൂളാണ് ആർ പ്രോഗ്രാമിംഗ്. R programming language and software environment for statistical analysis, graphics, representation and reporting. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനും അതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ത് ആർ പ്രോഗ്രാമിംഗ് എന്നുള്ളത്. ഓക്കെ, റോസീക്ക ആൻഡ് റോബർട്ട് ജെന്റിൽമാൻ ന്യൂസിലൻഡിലെ ഓക്ലൻഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഗൂഗിളും ഫേസ്ബുക്കൊക്കെ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അവരെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ടാബ്ല്യൂ പബ്ലിക്. ടാബ്ല്യൂ പബ്ലിക് ഈസ് എ ഫ്രീ സോഫ്റ്റ്വെയർ that connect any data source it be corporate data warehouse, Microsoft Excel or web-based data and create data visualization, map, dashboard, etc. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ വിഷ്വലൈസേഷനും ഡാറ്റ മാപ്പുകളും റിപ്പോർട്ടുകളും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണെന്ത് ഈ ഒരു ടാബ്ല്യൂ പബ്ലിക് എന്നുള്ളത്. ഒരു പ്രസൻറ്റ് പീരീഡിൽ എത്രമാത്രം ഡാറ്റ വരുന്നു, എന്തെല്ലാം ഡാറ്റകളാണ് വരുന്നത്, അതുപോലെ തന്നെ എങ്ങനെയുള്ള ആ ഡാറ്റകളിൽ എന്തെല്ലാം ചേഞ്ച് വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഈ ടാബ്ല്യൂ പബ്ലിക് എന്നുള്ളത്. ഇത് മൈക്രോസോഫ്റ്റ് എക്സലുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ഡാറ്റ വെയർ ഹൗസിന് ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് കളക്ട് ചെയ്യാം. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നമുക്ക് റിയൽ ടൈമായിട്ട് നമ്മളെ ഡാറ്റകളെ നമുക്ക് വെബ്സൈറ്റിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിലേക്ക് നമ്മളെ അനാലിസിസ് റിപ്പോർട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റിൽ PDF ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സൽ ഫോർമാറ്റിലോ വേർഡ് ഫോർമാറ്റിലോ നമുക്ക് ഇതിലുള്ള ഡാറ്റകളെ ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ആണ്, ഫ്രീ സോഫ്റ്റ്വെയർ ആണെന്ത് ടാബ്ല്യൂ പബ്ലിക് എന്നുള്ളത്. ടൊയോട്ട, ഡെല്ല്, HP പോലുള്ള കമ്പനികൾ അവരുടെ ഡാറ്റ അനാലിസിന് വേണ്ടി ഉപയോഗിക്കുന്ന, അവരെ ഫങ്ഷനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണെന്ത് ഈ ഒരു ടാബ്ല്യൂ പബ്ലിക് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പൈത്തൺ. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് പൈത്തൺ എന്നുള്ളത്. ഇതൊരു ഫ്രീ ഓപ്പൺ സോഴ്സ് ടൂളാണ്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്നുള്ളത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ അനാലിസിസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ത് ഈ ഒരു പൈത്തൺ എന്നുള്ളത്. ഓക്കെ, ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഗിഡോ വാൻ റോസം ഇൻ ലേറ്റ് 1980s. 1980 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഗിഡോ വാൻ റോസം എന്നുള്ള ആൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആലിബാബ, ഗൂഗിൾ പോലുള്ള കമ്പനികൾ അവരെ ഡാറ്റ അനാലിസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്നുള്ളത്. ഓക്കെ, അവരെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് അവർ ഈ ഒരു പൈത്തൺ സോഫ്റ്റ്വെയർ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. ദെൻ സാസ്. ഓക്കെ, ബാങ്കിങ് സെക്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സോഫ്റ്റ്വെയർ ആണ് ഈ സാസ് എന്നുള്ളത്. ഇതിൽ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ERP സോഫ്റ്റ്വെയറുകളൊക്കെ പോലെ SAP പോലുള്ള സോഫ്റ്റ്വെയറൊക്കെ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ മോഡുലറായിട്ട് ഓരോ മൊഡ്യൂൾ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അനാലിസിസ് നടത്താൻ പറ്റും. ഓക്കെ, അതാണ് SAC. ഡെവലപ്ഡ് ബൈ ദ SAC ഇൻസ്റ്റിറ്റ്യൂട്ട് 1966 ഈ ഒരു SAC ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു
SAS പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 1980-90 കാലഘട്ടങ്ങളിൽ അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റി ബാങ്ക് അതുപോലെ തന്നെ HDFC ബാങ്ക് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ആണ് അവരെ അനാലിസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ദെൻ എക്സൽ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സലാണ്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന അതുപോലെ തന്നെ ഏറെക്കുറെ കമ്പനികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് എക്സൽ എന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷനിങ് എക്സൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് രീതിയിലുള്ള കാൽക്കുലേഷനും അതുപോലെ തന്നെ മാത്തമാറ്റിക്കലായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള റിപ്പോർട്ട് നമുക്ക് ഈ ഒരു എക്സൽ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഏത് ടൈപ്പിലുള്ള ഡാറ്റ അനലിറ്റിക്സ് വർക്കുകൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഡാറ്റകളെ ഫിൽട്ടർ ചെയ്യാനും അതുപോലെ തന്നെ പൈവറ്റ് ടേബിൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഈ ഒരു എക്സലിൽ ലഭ്യമാണ്. അതാണ് എക്സൽ. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ടൂൾസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആർ പ്രോഗ്രാമിംഗ് പറഞ്ഞ് അതുപോലെ തന്നെ ടാബ്ലു പബ്ലിക് പറഞ്ഞ് പൈത്തൺ, SAS, SAS അതുപോലെ തന്നെ എക്സൽ ഈ ഒരു 5 പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ടൂൾസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക.